ജോസ് കെ മാണി കോട്ടയത്ത് മത്സരിക്കാത്തത് പരാജയഭീതി മൂലമാണെന്ന് സജി മഞ്ഞക്കടമ്പിൽ. പി ജെ ജോസഫിനെ പോലുള്ള സീനിയർ നേതാവിനെ അധിക്ഷേപിക്കാൻ ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്ന ചാഴികാടന് പാലായിൽ പി ജെ ജോസഫിനെ ജോസ് കെ മാണി വിഭാഗം കൂകി വിളിച്ച് അധിക്ഷേപിച്ചതിന്റെ പേരിൽ അസംബ്ലി ഉപതെരഞ്ഞെടുപ്പിൽ ഉണ്ടായ പരാജയം നേരിടേണ്ടി വന്ന അവസ്ഥയുണ്ടാകുമെന്ന് UDF കോട്ടയം ജില്ലാ ചെയർമാൻ സജി മഞ്ഞക്കടമ്പിൽ അഭിപ്രായപ്പെട്ടു. കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ആഗ്രഹം പ്രകടിപ്പിച്ച് പി ജെ ജോസഫിന് സീറ്റ് നൽകാൻ മാണിസാർ ആഗ്രഹിച്ചിരുന്നുവെങ്കിലും മാണിസാറിന്റെ അനാരോഗ്യം മുതലെടുത്ത് സീറ്റ് തട്ടിയെടുത്ത ചാഴികാടൻ പി ജെ ജോസഫ് സീറ്റ് ചോദിച്ചത് പാർട്ടിയിൽ പ്രശ്നമുണ്ടാക്കാനാണെന്ന ചാഴികാടന്റെ പ്രസ്താവന ദുരുദ്ദേശപരമാണെന്നും സജി പറഞ്ഞു. ലോക്സഭയിൽ 1.5 വർഷം കൂടി കാലാവധി ഉള്ളപ്പോൾ രാജ്യസഭ ഏറ്റെടുത്ത ചാഴികാടന്റെ പാർട്ടിയുടെ ചെയർമാൻ ജോസ് കെ മാണിയുടെ രാജ്യസഭാ കാലാവധി തീരാറായ സാഹചര്യത്തിൽ കോട്ടയത്ത് മത്സരിക്കാത്തത് പരാജയഭീതി മൂലമാണോ എന്നുകൂടി ചാഴികാടൻ വ്യക്തമാക്കണമെന്നും സജി ആവശ്യപ്പെട്ടു. കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് കാലത്ത് പി ജെ ജോസഫിനുള്ള പ്രായവും ആരോഗ്യവുമല്ല ഇപ്പോൾ ഉള്ളതെന്ന് തോമസ് ചാഴികാടന് നല്ല ബോധ്യമുണ്ടായിട്ടും അദ്ദേഹത്തെ അധിക്ഷേപിക്കാൻ ഇറങ്ങിയിരിക്കുന്ന അഹങ്കാരത്തിന് കോട്ടയത്തെ ജനങ്ങൾ മറുപടി നൽകുമെന്നും സജി പറഞ്ഞു. പി ജെ ജോസഫിന് പ്രായമായെങ്കിലും അദ്ദേഹം കാലിലും കൈയിലും സോക്സും നടുവിന് ബെൽറ്റുമിട്ടല്ല നടക്കുന്നതെന്നും സ്ഥിരം ആശുപത്രിവാസിയല്ല എന്നുകൂടി ചാഴികാടൻ മനസ്സിലാക്കണമെന്നും സജി പറഞ്ഞു. 2019 പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ കോട്ടയം സീറ്റിൽ മത്സരിക്കണമെന്ന് പി ജെ ജോസഫ് ആഗ്രഹം പ്രകടിപ്പിച്ചത് പാർട്ടിയിൽ പ്രശ്നമുണ്ടാക്കാനാണെന്നും ഇപ്പോൾ എന്തുകൊണ്ട് പി ജെ ജോസഫ് കോട്ടയം പാർലമെന്റിൽ മത്സരിക്കാൻ തയ്യാറാവുന്നില്ല എന്നും ഉള്ള തോമസ് ചാഴികാടന്റെ ചോദ്യം അദ്ദേഹത്തെ അപമാനിക്കാൻ വേണ്ടിയാണ് എന്ന് മാത്രമാണ് ഞങ്ങൾ കരുതുന്നത്. നമുക്കറിയാം 2019 അദ്ദേഹത്തിന്റെ പ്രായവും അദ്ദേഹത്തിന്റെ ആരോഗ്യവും ഒക്കെ കൃത്യമായി അറിയാവുന്ന ആളാണ് തോമസ് ചാഴികാടൻ. ഇപ്പോഴത്തെ അദ്ദേഹത്തിന്റെ ആരോഗ്യവും അദ്ദേഹത്തിന്റെ പ്രായവും ഒക്കെ അദ്ദേഹത്തിന് അറിയാം. അപ്പൊ ഞങ്ങൾക്ക് ഈ അവസരത്തിൽ ചോദിക്കുവാനുള്ളത്, തോമസ് ചാഴികാടന്റെ പാർട്ടിയുടെ ചെയർമാൻ ജോസ് കെ മാണി, അദ്ദേഹം നിങ്ങൾ ഓർക്കുന്നുണ്ടാവും, ലോക്സഭയിൽ 1.5 വർഷം കൂടി ഉള്ളപ്പോൾ അത് ഉപേക്ഷിച്ച് രാജ്യസഭ എടുത്തയാളാണ്. പക്ഷെ ഇപ്പോൾ അദ്ദേഹത്തിന്റെ രാജ്യസഭാ കാലാവധി പൂർത്തിയാകാറായി. ആ സാഹചര്യത്തിൽ പോലും എന്തുകൊണ്ടാണ് അദ്ദേഹം ലോക്സഭയിലേക്ക് മത്സരിക്കാൻ തയ്യാറാവാത്തത്? അത് അദ്ദേഹത്തിന്റെ പരാജയഭീതി മൂലമാണോ എന്നാണ് ഞങ്ങൾക്ക് സംശയം. അതോടൊപ്പം തന്നെ പ്രിയപ്പെട്ട തോമസ് ചാഴികാടൻ ഞങ്ങൾ സൂചിപ്പിക്കാനുള്ളത്, പ്രിയപ്പെട്ട ജോസഫ് സാറിനെ സംബന്ധിച്ച് അദ്ദേഹത്തിന് പ്രായമൊക്കെ ആയെങ്കിലും അദ്ദേഹം ഇപ്പോഴും നല്ല ആരോഗ്യവാനായി തന്നെ ഏറ്റൊക്കെ നടക്കുന്നുണ്ട്. ഇവിടെ നിങ്ങളെപ്പോലുള്ള ചില ആളുകളൊക്കെ 2 കാലിലും 2 കൈയിലുമൊക്കെ കംപ്രഷൻ സോക്സും അതോടൊപ്പം തന്നെ ബെൽറ്റും ഒക്കെ ഇട്ട് നടക്കുന്ന പോലെയല്ല അദ്ദേഹം നടക്കുന്നത് എന്ന് കൂടി ഈ അവസരത്തിൽ സ്നേഹപൂർവ്വം ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. ഏതായാലും ഇതിനൊക്കെ നിങ്ങൾ ഓർക്കുന്നുണ്ടാവും, ഇവിടെ പാലായിൽ നടന്ന അസംബ്ലി ഉപതെരഞ്ഞെടുപ്പിൽ പ്രിയപ്പെട്ട പി ജെ ജോസഫ് സാറിനെ അന്ന് കൂകി അധിക്ഷേപിച്ച് ജോസ് കെ മാണി വിഭാഗത്തിന് പാലായിലെ ജനങ്ങളെന്ന് തിരിച്ചടി നൽകി ജോസഫ് സാറെ അപമാനിച്ചതിന്. അതുപോലെയുള്ള തിരിച്ചടി പി ജെ ജോസഫിനെ അപമാനിക്കാനായി ഇറങ്ങിയിരിക്കുന്ന ചാഴികാടന് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകും എന്ന് ഈ അവസരത്തിൽ പറയാൻ ആഗ്രഹിക്കട്ടെ. നന്ദി.